ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൗ റിച്ച് ഇസ് കാനഡ എന്നതിനെ കുറിച്ചാണ്. Canada is one of the richest and wealthiest country in the world with highly developed and mixed economy. And it ranks among the world's largest countries. Canada wealth, it mainly comes from abundant natural resources. നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ. നമ്മൾ ഹൗ റിച്ച് കാനഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസും പറയണമല്ലോ. കാനഡ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ഓൺ ദ എർത്ത്. എൻ്റെ സൈസ് നമുക്ക് സ്ക്വയർ കിലോമീറ്ററിൽ ഒന്ന് നോക്കാം. അതിൻ്റെ സൈസ് വരുന്നത്, കാനഡയുടെ സൈസ് വരുന്നത് 99,84,670 സ്ക്വയർ കിലോമീറ്റർ ആണ്. കാനഡയുടെ ബോർഡേഴ്സ് ഷെയർ ചെയ്യണ 3 ഓഷ്യൻസ് ആണ്. അതായത് നമ്മൾ ഈ സൈഡ് നോക്കണമെങ്കിൽ അതായത് നോവാസ്കോഷ്യ, ന്യൂഫിൻലാൻഡ്, അവിടെയൊക്കെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്. വെസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ, അവിടെയുള്ള പസഫിക് ഓഷ്യനാണ്. അവിടെ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഫ്രൈറ്റ്, അതായത് ഷിപ്സ് വരുന്നത്. ഏറ്റവും മുകളിലുള്ള ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ. Canada is the first country in the world which shares largest border with oceans. കാനഡ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓഷ്യൻസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈസ്റ്റ് നോവാസ്കോഷ്യ, ഞാൻ അവിടെ താമസിച്ചപ്പോൾ for the PR, അവിടെ നിന്ന് UK is pretty close. Nova Scotia, Atlantic ആണ്. UK, I think could be when I flew, like it was only 6 hours or something like that. പിന്നെ ഇനി നമുക്ക് കാനഡയുടെ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. അതിനു മുൻപ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കാനഡയുടെ പോപ്പുലേഷൻ എന്നുള്ളത് ഇത്ര വേൾഡിൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ്. ഇറ്റ്സ് ലൈക്ക് 3 times ആസ് ലൈക്ക് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ 3 ഇരട്ടി. അവിടെയുള്ള പോപ്പുലേഷൻ വെറും ലൈക്ക് 4 crores, അറൗണ്ട് ലൈക്ക് 40 million ആണ് അവിടെയുള്ളത്. ഏകദേശം കേരളത്തിൻ്റെ അത്ര. ഇനി നമുക്ക് കാനഡയുടെ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. കാനഡ is one of the countries with largest like oil reserves in the world. ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ള ഒരു രാജ്യമാണ് കാനഡ. അവിടെ പ്രൂവൺ ഓയിൽ റിസർവ്സ് 168 ബില്യൺ ബാരൽസ് ആണ് പ്രൂവൺ ഓയിൽസ് ഉള്ളത്. മില്യണും ബില്യണും തമ്മിലുള്ള വ്യത്യാസം, മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്സിൽ കൗണ്ട് ചെയ്യാനാണെങ്കിൽ 11 days ഉള്ളൂ. പക്ഷേ ഒരു ബില്യൺ എന്ന് പറയുന്നത് 36 years or something like that. അപ്പോൾ അത്രയും ഓയിൽ റിസോഴ്സ് കാനഡയിലുണ്ട്. ഈ ഓയിൽ സാൻഡ്സ് ഒക്കെ മെയിൻലി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഫോർട്ട് മാക്മുറി എന്ന് പറയും, ആൽബർട്ടയിൽ. അവർ ഫോർട്ട് മാക് എന്നാണ് അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അവിടെയൊക്കെ ഹൈ സാലറിയാണ് ഈവൻ ഫോർ ദ ഹെൽപ്പേഴ്സ്. വളരെ ഹൈ പേ ആണ്. പിന്നെ കാനഡ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. അതിൻ്റെയും ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് കാനഡ. അത് അവർ മെയിൻലി എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു റിസോഴ്സസ് ആണ് കാനഡയുടെ യുറേനിയം. യുറേനിയം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ന്യൂക്ലിയർ റിയാക്ടർ ഫോർ ഇലക്ട്രിസിറ്റി, പിന്നെ യൂസ് ചെയ്യുന്നത് ഐസോടോപ്സ്, അങ്ങനെ ഒരുപാട് യൂസുകൾ വരുന്നുണ്ട്.
യുറേനിയൻ ഡെപ്പോസിറ്റ്സ് മെയിനായിട്ട് കാണപ്പെടുന്നത് അത്തപാസ്ക ബേസിൻ സസ്കച്ചുവാനിലാണ് അവർക്ക്. പിന്നെ അടുത്ത നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളാണ്. പണ്ട് കോള് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നു ഫോർ മേക്കിംഗ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ അത് പ്ലാസ്റ്റിക് എന്നീ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അതും വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് കൊളംബിയയിൽ, ആൽബർട്ട, സസ്കച്ചുവാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് കോളുകൾ ഉള്ളത്. പിന്നെ അടുത്ത കാനഡയുടെ വേറൊരു വലിയ റിസോഴ്സാണ് വാട്ടർ. കാനഡ ഹോൾഡ് ലൈക്ക് 20% ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ വേൾഡ്. സെയിം ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ വെള്ളത്തിന്. ഒന്റാരിയോയിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് പാരയിൽ പഠിച്ചപ്പോൾ അവിടുത്തെ ഇറ്റ്സ് എ സെയിം ടേസ്റ്റ് ആസ് ഹിയർ. ആൻഡ് കാനഡയ്ക്ക് ഹാസ് ഗോട്ട് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്. അതിൻ്റെ പേരാണ് ലേക്ക് സുപ്പീരിയർ. അത് യു എസിലെ മിഷിഗനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ലേക്കുകൾ, ലേക്ക് ഹ്യൂറോൺ എന്നൊക്കെ പറഞ്ഞ ലേക്കുകളും ഉണ്ട്. കണ്ടമാനം ലേക്കുകളുണ്ട് കാനഡയിൽ. ഞാനവിടെ ബാരിയിൽ ഡൗൺ ടൗണിലാണ് അവിടെ ലേക്ക് ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത, വി കനോട്ട് സീ ദ അതർ സൈഡ് ഓഫ് ദ ലേക്ക്. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ സ്ഥലം കാണാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് സച്ച് എ ഹ്യൂജ് മാമോത്ത് ലേക്സ്. പിന്നെ അടുത്ത വേറെ റിസോഴ്സാണ് കാനഡയുടെ. നാച്ചുറൽ കഴിഞ്ഞു, ഇനി മിനറൽ റിസോഴ്സസ് ആണ്. പൊട്ടാഷ് ആണ് ദ മിനറൽ റിസോഴ്സസ്. കാനഡ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൊട്ടാഷ് ഇൻ ദ വേൾഡ്. ഒരു പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറാണ്. അവർ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം സസ്കച്ചുവാനിൽ നിന്നാണ്. പല കൺട്രികളിലേക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഗോൾഡാണ്. കാനഡ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ് ഇൻ ദ വേൾഡ്. മെയിനായിട്ട് ഗോൾഡ് വരുന്ന റീജിയൻ ഒന്റാരിയോ, ക്യൂബക്, ബ്രിട്ടീഷ് കൊളംബിയ, യൂക്കോൺ. അതായത് യൂക്കോൺ എന്നുള്ള ടെറിട്ടറിയാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്ററി ചാനലിൽ അവർ ഡോക്യുമെൻ്ററി ഉണ്ട്, യൂക്കോൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് അവർ എടുക്കുന്നതും ഗോൾഡ് എടുക്കുന്നതിനെ കുറിച്ചും. അത് കാനഡയിൽ ടെലികാസ്റ്റ് ചെയ്യാനാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അടുത്ത മിനറൽ റിസോഴ്സസ് ആണ് അയൺ ഓർ. അയൺ ഓർ അവർ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ബോർഡേഴ്സിൽ നിന്നാണ്. അതായത് ബോർഡർ ക്യൂബക് ആൻഡ് ന്യൂഫിൻലാൻഡ് ബോർഡറിൽ നിന്നാണ്. ഈ അയൺ ഓർ മെയിനായിട്ട് യൂസ് ചെയ്യണം മേക്കിംഗ് സ്റ്റീൽ. പിന്നെ അവർ സപ്ലൈ ചെയ്യണത്, അവർ എക്സ്പോർട്ട് ചെയ്യണ കാർ ഇൻഡസ്ട്രി, പിന്നെ കാർ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അത് യു എസിലേക്ക് സെൻഡ് ചെയ്യേണ്ടവർ. പിന്നെ സെൻഡ് ചെയ്യണ സ്ഥലം മെക്സിക്കോ. അടുത്ത റിസോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡ, അത് ഡയമണ്ട്സ് ആണ്. കാനഡയിൽ ഡയമണ്ട്സ് ധാരാളമായിട്ട് കാണപ്പെടുന്നു. അത് കാണപ്പെടുന്ന സ്ഥലം ടെറിട്ടറീസിലാണ്. അതായത് നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് എന്ന് പറയും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഡയമണ്ട്സ് കാണപ്പെടുന്നത്. അവിടെ ലിറ്ററലി അവിടെ ഹെലികോപ്റ്ററിനൊക്കെ പോയിട്ട് അവരൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് അവർ മൈൻ ചെയ്യണത്. കാനഡ അതർ മിനറൽസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വേറെ മിനറൽസ് കാനഡയിലുള്ള സിങ്ക്, നിക്കൽ, കോപ്പർ, അങ്ങനെ വേരിയസ് അതർ മെറ്റൽസ് ഉണ്ട്. പിന്നെ കാനഡയ്ക്ക് റെയർ എർത്ത് മിനറൽസും ഉണ്ട്. ഈ റെയർ എർത്ത് മിനറൽസ് ഒന്റാരിയോ എന്നാണ്, റിംഗ് ഓഫ് ഫയർ എന്ന് പറയും അവിടുത്തെ റെയർ എർത്ത് ആ സ്ഥലത്തിന് അവർ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് ടർബൈൻസ് അത് ഉണ്ടാക്കാനും പിന്നെ അത് മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിളിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെയർ എർത്ത്. അതും കാനഡയിൽ കാണപ്പെടുന്നു. പിന്നെ വേറൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ടിമ്പറാണ്. കാനഡയിൽ ധാരാളം ടിമ്പേഴ്സ് ഉണ്ട്. എവിടെ നോക്കിയാലും കാടുകൾ, അങ്ങനത്തെ ഇഷ്ടം പോലെ ടിമ്പറുള്ള സ്ഥലമാണ് കാനഡ. ഈ ടിമ്പറൊക്കെ അവർ യൂസ് ചെയ്യണത് ഫോർ മേക്കിംഗ് ഹൗസസ്. കാനഡയിൽ കണ്ടമാനം ഒരു ബഹുഭൂരിപക്ഷം വീടുകളും മരം കൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ യൂസേജ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് അങ്ങനത്തെ കൺട്രികളിലേക്ക്. പിന്നെ നമുക്ക് കാനഡ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഒന്ന് നോക്കാം. Canada is, I think, largest producers of wheat in the world, one of the countries.
അപ്പോൾ ഈ വീറ്റ് എന്ന വളരെ നിസ്സാരമായ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് കണ്ടമാനം വീറ്റ് ഉണ്ട്. കാനഡ ക്യാൻ സെർവ് ദ ഹോൾ വേൾഡ് വിത്ത് വീറ്റ്. അതാണ് കാനഡയുടെ പ്രത്യേകത. കാരണം ഇത് കണ്ടമാനം കൺട്രിയിലേക്ക് അവർ സെല്ല് ചെയ്യണമുണ്ട്. കെനോള, അടുത്ത കെനോളയാണ്. കെനോള എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എ ഫ്ലവർ. അതായത് നമുക്ക് പെററി റീജിയൻസിലൊക്കെ കാണാം, മഞ്ഞ ഫ്ലവർ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു ഓയിൽ ഉണ്ടാക്കണം. കെനോള ഓയിലാണ് കാനഡ നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. നമ്മുടെ ഇവിടെ കോക്കനട്ട് ഓയിൽ പോലെ എല്ലാത്തിനും, കുക്കിങ്ങിനും എല്ലാത്തിനും അവർ യൂസ് ചെയ്യണം. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തതും കെനോള ഓയിലാണ്. അത് മാത്രമല്ല ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കെനോള ഇൻ ദ വേൾഡ്. അപ്പം അതിൽ നിന്ന് കണ്ടമാനം ഒരു ഓയിൽ ഉണ്ടാക്കി അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ഒരു റിസോഴ്സ് ആണ് ലെൻറ്റിൽസ്, അതായത് അഗ്രികൾച്ചർ വരുന്നത്. ഈ ലെൻറ്റിൽസ് അവർ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സസ്കച്ച്വാൻ റീജിയനുകളിലാണ്, അതായത് പയർവർഗ്ഗങ്ങൾ അങ്ങനത്തെ അത്. അപ്പോൾ അവർ ഇത് കണ്ടമാനം പല കൺട്രികളിലേക്കും എക്സ്പോർട്ട് ചെയ്യണം. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ലെൻറ്റിൽസ് ഇൻ ദ വേൾഡ് ആണ് അവർ. പിന്നെ കാനഡയിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആപ്പിൾ, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, വൈൽഡ് ബെറീസ്, അങ്ങനെ ലീഡിങ് പ്രൊഡ്യൂസറാണ് കാനഡ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ. അടുത്തതായിട്ട് വരുന്നത് അക്വാട്ടിക് റിസോഴ്സസ് ആണ്. കാനഡയിൽ കണ്ടമാനം ലോബ്സ്റ്റർ ഉണ്ട്, അതായത് നോവസ്കോഷ്യ റീജിയണിൽ ലോബ്സ്റ്ററൊക്കെ കണ്ടമാനം മോർ ദാൻ 100 ഒക്കെ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇതാണ് ലോബ്സ്റ്റേഴ്സൊക്കെ. വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സ് ഉണ്ട്. പിന്നെ അവർക്ക് ധാരാളം സാൽമൺസ് ഉണ്ട്, സാൽമൺ ഫിഷ്. വേൾഡ് ഇറ്റ്സ് നമ്പർ 1 ഫിഷ് ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ബെനിഫിറ്റ്സ്. അതും അവിടെ ധാരാളമായിട്ട്, അതിനും എക്സ്പെൻസീവ് ആണ്. കാനഡയിലല്ല, കാനഡയിൽ ഒഴികെയുള്ള കൺട്രികളിലൊക്കെ അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറെ അക്വാട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോൺസ് ഉണ്ട്, കിങ് ക്രാബ്സ് ഉണ്ട് അവർക്ക്. കിങ് ക്രാബ്സ് എന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്വീറ്റ് ഫ്ലേവർ. അതായത് അവർക്ക് അത് തന്നെയാണ് ഇഷ്ടം. അത് കണ്ടമാനമായിട്ട് അവിടെ കൺസ്യൂം ചെയ്യുന്നു. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം ലാൻഡ്സ്കേപ്പാണ് കാനഡയിൽ. കാനഡയിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബാൻഫ്, ജാസ്പർ, അതൊക്കെ ഒരു പ്രാവശ്യം പോലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇറ്റ്സ് നമ്പർ 1 ജോഗ്രഫിക് പാർക്ക് ഇൻ ദ വേൾഡ്. ഈ ജാസ്പറിൽ സ്കൈ വാക്ക് ഉണ്ട്. അപ്പോൾ ലിറ്ററലി അത് മൗണ്ടൻ്റെ മുകളിലാണ്, നമുക്ക് അടിയിലേക്ക് കാണാം. ഏകദേശം ഇങ്ങനെ നമുക്കത് ഗ്ലാസ്സിലാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. യു ഫീൽ പ്രെറ്റി സ്കെറി അതിൻ്റെ മുകളിൽ കൂടി നടന്നു കഴിഞ്ഞാൽ. കാരണം അത് മൗണ്ടൻസ് ആണ്, ഹിൽസ് അല്ല, വലിയ വലിയ പർവ്വതങ്ങൾ. അങ്ങനെ കുറേ എക്സൈറ്റിങ് കാര്യങ്ങളുണ്ട് കാനഡയിൽ. അപ്പോൾ ഈ വേറൊരു കേസ് എന്ന് വെച്ചാൽ ലേക്ക് ലൂയിസ്, അതും കാണേണ്ട ഒരു ഇതാണ്. നമ്മൾ അവിടെ ചെന്ന് പിക്ചർ എടുത്തു കഴിഞ്ഞാൽ യു ഡോണ്ട് ബിലീവ് ഇറ്റ്, ലൈക്ക് ഇറ്റ്സ് എൻ ഇമേജ്. നിങ്ങൾ ജസ്റ്റ് സ്റ്റുഡിയോയിലിരുന്ന് ഇമേജ് എടുത്തതാണെന്ന് തോന്നുള്ളൂ. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ലേക്ക് ലൂയിസ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് കാനഡയിൽ കുറേ മാനുഫാക്ചറിങ് സെക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ട്രെയിൻസ് തന്നെയാണെങ്കിൽ മെട്രോ ട്രെയിൻ പോലെ കാനഡയിലുള്ളത് ബൊംബാർഡിയർ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ക്യൂബക്കിലാണ്. പിന്നെ ഫ്ലൈറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട് ബൊംബാർഡിയർ തന്നെ, ചെറിയ ചെറിയ ഫ്ലൈറ്റ്സ്, ലൈക്ക് നോട്ട് ഹ്യൂജ്, ലോങ് റേഞ്ച് അല്ല, ചെറിയ ചെറിയ ഷോർട്ട് ഫ്ലൈറ്റ്സ്. അത് വേൾഡിൽ കണ്ടമാനം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ജാസ്പറിനെ കുറിച്ച് പറഞ്ഞല്ലോ. വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡൈനോസർ ഉണ്ടായിരുന്ന സ്ഥലം ജാസ്പറാണ്. അവിടെ ഇപ്പോഴും ഡൈനോസറിൻ്റെ ഫോസിൽസ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് യു ടേക്ക് ദാറ്റ്സ് പ്രെറ്റി ഫൈൻ. അത് റേഞ്ചേഴ്സും അവിടെ എപ്പോഴും പെട്രോളിംഗ് ഉണ്ട് ഇതിന്. ഈ ഒരു കാരണം ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും പോകുന്നവരൊക്കെ അറിയാതെ പോലും എടുക്കണമെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ഫൈൻ, ഹെഫ്റ്റി ഫൈൻ ആണ്. പിന്നെ കാനഡയിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൽബർട്ടയിൽ റോയൽ ടെററിയൽ എന്നും മ്യൂസിയം ഉണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മ്യൂസിയം ഫോർ ഡിനോസർ ഇൻ ദ വേൾഡ്. പണ്ടത്തെ ഡൈനോസറിൻ്റെ ഇപ്പോഴും ബോൺസും ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഹെഫ്റ്റി, ലൈക്ക് ഇറ്റ്സ് പ്രെറ്റി ബിഗ് റഷ്. പിന്നെ പല പല രാജ്യത്തു നിന്നൊക്കെ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നു. അത് മാത്രമല്ല
പലൻ്റെ മോൾഡിങ്സ് ഉണ്ട്, കുറേ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പം നമുക്ക് അവിടെ ചെന്നാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രീറ്റ് ആണ്. നമുക്ക് യു ക്യാൻ നോട്ട് ബിലീവ്, എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ കാനഡയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയണമല്ലോ. അപ്പോൾ ഫേമസ് പീപ്പിൾ ഹു കെയിം ഫ്രം കാനഡ, ജസ്റ്റിൻ ബീബർ അതിലൊരാളാണ്, വെള്ള സിംഗർ, ഈസ് ഫ്രം ടൊറാൻഡോ. പിന്നെ വേറൊരു വ്യക്തിയാണ് ജെയിംസ് ക്യാമറൂൺ, ഈസ് എ ഡയറക്ടർ ഓഫ് ടിറ്റാനിക് ആൻഡ് അവതാർ. ജെയിംസ് ക്യാമറൂൺ ഒണ്ടാരിയോയിൽ നിന്നാണ്. പിന്നെ അടുത്ത സിംഗർ സെലീൻ ഡിയോൺ, പിന്നെ മൂവി സ്റ്റാർ കിയാനു റീവ്സ്, പിന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അദ്ദേഹം ഒരു കനേഡിയൻ സിറ്റിസനായിരുന്നു, ഫോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇൻ ടോട്ടൽ കാനഡ എന്ന് പറഞ്ഞ കൺട്രി അബണ്ടൻ്റ് ആണ് നാച്ചുറൽ റിസോഴ്സസിൽ. പിന്നെ ഒരു ഗ്ലോബൽ പ്ലെയറാണ്. എനർജി, മൈനിങ്, ഫോറസ്റ്റ് സെക്ടർ, അത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ എക്കണോമീനെ ബൈ പ്രൊവൈഡിങ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റിസോഴ്സൊക്കെ ദാറ്റ് മേക്സ് കാനഡ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ലൈക്ക് കൺട്രി ഓൺ ദ എർത്ത് ഇൻ ടേംസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഇതൊക്കെ സിറ്റിസൻസിന് ഇവൻച്വലി ഗോയിങ് ഫോർവേഡ് അത് ബെനിഫിറ്റ് ആവും, അത് ഉറപ്പാണ്, ഷുവറാണ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ റാപ്പ് ചെയ്യുന്നു. താങ്ക് യു.